ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് വേണ്ടുള്ളത് ഗോതമ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഗോതമ്പൊടി എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ശർക്കരയുടെ അളവ് നമ്മളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഉണക്കമുന്തിരി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം, അതുവരെ വേണം വഴറ്റിയെടുക്കാൻ. നന്നായിട്ടങ്ങ് ഉടഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, എങ്കിലും കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ആ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 നുള്ളളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴവും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാതും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. കുറച്ചുകൂടി തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു രീതിക്ക് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു ഇഡലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം ഇത് കുക്കായി വന്നിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതൊന്ന് എടുത്ത് പുറത്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ വിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബനാന കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബനാന കിണ്ണത്തപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഹെൽത്തിയുമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.